നവകേരള സദസ്സ് സമാപിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് ഭരണപ്രതിപക്ഷ ക്യാമ്പുകൾ. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തിലെ അക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം. നവകേരള സദസ്സിനോട് UDF-നല്ല കേരളത്തിനൊന്നാകെ അലർജിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധങ്ങളാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ആയുധമാക്കിയത്. UDF നേതൃത്വത്തിന്റെ ആക്രമണ മനോഭാവമാണ് പ്രതിഷേധങ്ങളിൽ പ്രതിഫലിച്ചതെന്ന് മുഖ്യമന്ത്രി. നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നിലയെടുത്തത്. സാധാരണഗതിയിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണ്. ഒരു സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. കലാപത്തിനുള്ള ബോധപൂർവ ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണകൂട വ്യവസ്ഥയെ ഭരണഘടനാപരമായ അധികാരാവകാശങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള ഭരണ സംവിധാനത്തെ കടന്നാക്രമിക്കും എന്ന നിലപാട് ജനാധിപത്യത്തിന് നേരെയുള്ള അതിശക്തിയായ കടന്നാക്രമണമാണ്. കേരളത്തിനൊന്നാകെ നവകേരള സദസ്സിനോട് അലർജി എന്നായിരുന്നു ഭരണ വിമർശനങ്ങൾക്ക് VD സതീശന്റെ മറുപടി. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ്. അത് ശരിയാണ്. പ്രതിപക്ഷത്തിനല്ല, കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയായത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക ചവിട്ടിയതാ. ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് മടിക്കും എന്ന് ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാർ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെ. വാക്പോരും പ്രതിഷേധങ്ങളും സംഘർഷവും രൂക്ഷമായി തുടരുന്നതിനിടെ നവകേരള സദസ്സിന് നാളെ വട്ടിയൂർക്കാവിൽ സമാപനമാകും. 24 തിരുവനന്തപുരം.